ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുക ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുക ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത യേശുവേ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത യേശുവേ. ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര ശ്രേഷ്ഠമായ എല്ലാം തന്നിടുക എന്തുള്ളൂ യോഗ്യത യേശുവേ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുക എന്തുള്ളൂ യോഗ്യത യേശുവേ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത യേശുവേ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത യേശുവേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹം അറിയിക്കുകയാണ്. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായിട്ട് കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയും അതിൻ്റെ രഹസ്യങ്ങളും പ്രായോഗിക വശങ്ങളും എന്നുള്ള ഒരു വിഷയം ആണ് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും പുരാതനമായതും ദൈവത്താൽ ആരംഭിച്ചതുമാണ് കുടുംബജീവിതം. കൂടുന്നിടത്ത് ഇമ്പം, അതാണല്ലോ കുടുംബം എന്ന് പറയുന്നത്. ലോകത്തിലുള്ള ഏതൊന്നിനേക്കാളും മാന്യമായിട്ടും പരിപാവനമായിട്ടും കാത്തു സൂക്ഷിക്കുന്നതാണ് കുടുംബജീവിതം. യഹോവയായ ദൈവത്തിൻ്റെ മനോമുഖരത്തിൽ വന്ന ചിന്തയാണ് കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയെ കൊളുത്തിയത്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് മനസ്സിലാക്കി അവന് തക്ക തുണയെ നൽകി കുടുംബജീവിതത്തിന് ആരംഭം കുറിച്ചു. ദൈവം മനുഷ്യന് ഒരു ഇണയല്ല നൽകിയത്, തുണയാണ്. ആവശ്യഘട്ടങ്ങളിൽ പരസ്പരം സഹായം നൽകുക എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെ കുടുംബജീവിതത്തെ അതിൻ്റെ ആരംഭത്തിൽ തന്നെ തകർത്തുള്ളവാൻ ശത്രുവായ സാത്താൻ ഏതെങ്കിലും രംഗപ്രവേശനം ചെയ്ത് ദമ്പതികളെ തമ്മിൽ അകറ്റിക്കളവാൻ കുതന്ത്രങ്ങൾ സൃഷ്ടിച്ചു. സാത്താൻ്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കിയ ദൈവം തെറ്റ് ചെയ്ത് ഹവ്വായാണെങ്കിലും അവളെ ആദമിൽ നിന്ന് അകറ്റിക്കളയാതെ ഇരുവർക്കും ഒരുപോലെ ശിക്ഷ വിധിച്ച് തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത് എന്നാണല്ലോ നാം ഈ വിവാഹ വേദിയിലൊക്കെ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയ്ക്കുള്ള ചില കാര്യങ്ങൾ മാത്രം ഓർപ്പിച്ച് ഞാനിവിടെ അവസാനിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്, അന്യോന്യം നമ്മൾ പഴി ചാരരുത്. അന്യോന്യം പഴിചാരി കുറ്റം പറയരുത്. ആർക്കാണ് തെറ്റ് സംഭവിച്ചത് മനസ്സിലാക്കി ലാഘവമായി സമീപിച്ച് ഉയർന്നു വരുവാൻ സാധ്യതയുള്ള തീനാളത്തെ കെടുത്തിക്കളവാൻ ശ്രമിക്കണം. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ കുടുംബജീവിതത്തിൻ്റെ ഭദ്രത ഉറപ്പാകത്തുള്ളൂ. രണ്ടാമതായിട്ട്, പിടിവാശികൾ ഒഴിവാക്കണം. ഒരു സംഭവം കേട്ടിട്ടുണ്ട്. ഒരു കുടുംബത്തിൽ ദമ്പതികൾ ഒന്നിച്ച് TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതുവഴി ഒരു ചുണ്ടനെലി ഓടിപ്പോകുന്നത് ഭാര്യ കണ്ട് ഭർത്താവിനോട് പറഞ്ഞു, അതാ ഒരു എലി ഓടുന്നത്. TV ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഭർത്താവ് ഒന്നും പ്രതികരിക്കാതെ തൻ്റെ ശ്രദ്ധ TV-യിലേക്ക് പതിച്ചുകൊണ്ടിരുന്നു. തുടർമാനമായി എലിയുടെ വിഷയം ഓർപ്പിച്ച് TV-യിലുള്ള രംഗങ്ങളെ ശ്രദ്ധിക്കാതെ ഇരുത്തുവാൻ ഭാര്യ ശ്രമിച്ചപ്പോൾ കുപിതനായി പരസ്പര ബോധം മറന്ന് അവളെ താൻ അടിച്ചു. അവസാനം TV-യിലെ സ്റ്റണ്ട് ഭവനത്തിൽ നടമാടി. ഒരു ചുണ്ടനെലിയുടെ വിഷയത്തിൽ അവർക്ക് പരസ്പരം അകന്ന് ജീവിക്കേണ്ടി വന്നു. സ്നേഹിതരെ, നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് സാത്താനാകുന്ന ചുണ്ടനെലി നെടുകയും കുറുകയൊക്കെ ഓടിയെന്നിരിക്കുക. എന്നാൽ ഇങ്ങനെയുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ എപ്രകാരം അതിനെയൊക്കെ അതിജീവിക്കാൻ സാധിക്കും എന്ന്
ചിന്തിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം ബുദ്ധി തന്നിരിക്കുന്നത്. ഇന്ന് അനേക ബുദ്ധിരാക്ഷസന്മാരെയും ബുദ്ധിമതികളെയും ആണ് ചുണ്ടനെല്ലിക്ക് സമാനമായ വിഷയങ്ങൾ അവരുടെ കുടുംബജീവിതത്തെ തകർത്ത് കളയുന്നത്. മൂന്നാമതായി നമുക്ക് ക്ഷമിക്കാൻ ഉള്ള മനസ്സുണ്ടാകണം. ഭാര്യയോ ഭർത്താവോ ഏതെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുടുംബജീവിതമാണ് വലുതെന്ന് ചിന്ത കൈവിടാതെ അത് വലുപ്പമാക്കി അന്തരീക്ഷം വഷളാക്കാതെ ഭാര്യയും ഭർത്താവും അല്ലാതെ മറ്റൊരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലെ കുറവുകൾ കാണുവാനോ അറിയുവാനോ ഇടയാകാതെ ഇരുവരും കൂടെ ഉള്ളപ്പോൾ ഇരുവരും ചേർന്ന് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കണം. ഒരു സ്റ്റൂൾ ഉറപ്പിച്ച് നിൽക്കണമെങ്കിൽ അതിന് 3 കാലുകൾ കുറഞ്ഞതുണ്ടായിരിക്കണം. ഒരു കുടുംബജീവിതം ഭദ്രമായി തീരണമെങ്കിൽ മൂന്നാമനായി നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ദൈവത്തിന് സ്ഥാനം നൽകണം, അല്ലെങ്കിൽ നിലംപരിചയാകും. അടുത്തതായിട്ട് ജീവിതത്തിൽ ആവശ്യമായി തോന്നാത്തതൊക്കെ നമ്മൾ നീക്കം ചെയ്തിരിക്കണം. ഒരു ഭവനം പണിയുന്നതിന് ശരിക്കും അറിയാം, കല്ലുകൾ ആയാലും ഇഷ്ടികയായാലും വെറുതെ എടുത്തു വെച്ച് ഭവനം തീർക്കുകയല്ല വേണ്ടത്. 2 കല്ലുകളും തമ്മിൽ ചേർന്നിരിപ്പാൻ യോഗ്യമായ അവസ്ഥ കണ്ടെത്തണം. ഓരോ വ്യക്തിയുമായി ചേർന്ന് പോകാൻ സാധിക്കാതെ മുഴിച്ചു നിൽക്കുന്ന ചില സ്വഭാവങ്ങൾ ഓരോരുത്തർക്കും കണ്ടെന്നിരിക്കും. അങ്ങനെയുള്ള സ്വഭാവങ്ങളെ ചെത്തി മാറ്റിയെങ്കിൽ മാത്രമേ ഇരുവർക്കും ഒന്നിച്ച് ചേർന്നിരിക്കുവാൻ സാധിക്കത്തുള്ളൂ. ചിലർക്ക് തോന്നാം, എൻ്റെ ഭർത്താവിനേക്കാൾ വിദ്യാഭ്യാസമുണ്ട്, ശമ്പളമുണ്ട്, എന്തിന് ഞാൻ താഴണം. ഭർത്താവിന് ഇതേ രീതിയിലുള്ള ചിന്താഗതി കണ്ടെന്നിരിക്കുന്നു. അല്ലെങ്കിൽ സൗന്ദര്യത്തിൻ്റെയും കാര്യം, പ്രായത്തിൻ്റെ കാര്യം വിഷയത്തിൽ ഇങ്ങനെ മുഴിച്ചു നിൽക്കുന്ന എല്ലാ ദുഷിച്ച സ്വഭാവങ്ങളെയും വെട്ടിമാറ്റിയെങ്കിൽ മാത്രമേ ജയകരമായ ഒരു കുടുംബജീവിതം നയിപ്പാൻ സാധിക്കത്തുള്ളൂ. അതിനുവേണ്ടി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ഈ വചനം കേൾക്കുന്ന ഏവരുടെയെങ്കിലും ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ അതിനെയൊക്കെ ഈ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് ജയകരമായ ഒരു കുടുംബജീവിതം നയിപ്പാൻ സർവശക്തനായ കർത്താവ് ഏവരുടെയും ജീവിതത്തിൽ സഹായിക്കട്ടെ. അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചന ഭാഗങ്ങൾ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.